ഹായ് ഫ്രണ്ട്സ്, ഹോം സൈഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല സ്വാദ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഒത്തിരി സമയം വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും, ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? വാ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അപ്പോൾ ഞാൻ ഒരു 2 മണിക്കൂർ നമുക്ക് പച്ചരി വെള്ളത്തിൽ കുതിർത്തെടുക്കണം കേട്ടോ, ഈ അപ്പം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഈ കപ്പിന് അളന്നെടുത്ത് ഒരു 1.25 കപ്പ് കൂടുതലുണ്ട് കേട്ടോ അരി എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളത്തിയിട്ട് 2 മണിക്കൂറായിട്ട് കുതിർത്ത് വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മുട്ടയും വേണം. ഈ 3 ഐറ്റം ഉണ്ടെങ്കിൽ, 3 സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഈ എന്താ പറയുക, പാലാട റെസിപ്പി നമുക്ക് അടിപൊളിയായിട്ട് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ മിക്സിയുടെ ജാറിലേക്ക് ഈ അരിയെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാന്ന് ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ തന്നെ ഒരു ഹൈപ്പും കൂടെ തരണം കേട്ടോ. പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഈ കൊച്ചു ചാനലൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ അതിലേക്ക് ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മാവ് ചൂടായി പോകാൻ പാടില്ല. അതുകൊണ്ട് ഞാനൊരു 4 ഐസ് ക്യൂബ് എടുത്ത് വെച്ചിട്ടുണ്ട്, 4-5 അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ച വെള്ളം, തണുപ്പിച്ച വെള്ളം എടുത്തിട്ടുണ്ട്. അത് തേങ്ങ എടുത്ത കപ്പായതുകൊണ്ട് അങ്ങനെ കാണുന്നത്. അതിൽ തന്നെ ഞാനിതാ 1 കപ്പ് വെള്ളം അളന്നെടുത്തിട്ടുണ്ട്. അത് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു 3/4 ഭാഗം വെള്ളം അതിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് അടിച്ചതിന് ശേഷം, മാവ് ഒട്ടും ചൂടാകാൻ പാടില്ല കേട്ടോ. നമ്മൾ ഈ മുട്ട ഒഴിച്ച് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ മാവ് അറിയാമല്ലോ നിങ്ങൾക്ക്, മുട്ട ചൂട് വെള്ളത്തിൽ ഒഴിക്കുമ്പോൾ ഉള്ള അവസ്ഥ, അതുകൊണ്ടാണ് ഐസിട്ട് അടിക്കുന്നത്. അപ്പോൾ ഇതാ മുട്ടയും ചേർത്തതിന് ശേഷം ഒന്നുകൂടെ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ചെറിയ കണ്ണിയുള്ള അരിപ്പയിൽ നമുക്കിതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇത് പല രീതിയിൽ വേറെയും തേങ്ങാപ്പാലെടുത്ത് തയ്യാറാക്കുന്നവരുണ്ട്. ഞാനിത് തേങ്ങ അടിച്ചാൽ ചേർക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇത് ഫുള്ള് അരിക്കുന്ന വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല, അത്രയും സമയം എന്താവും വീഡിയോ. അപ്പോൾ ഇതുപോലെ ഞാൻ കുറേശ്ശെ ഒഴിച്ചിട്ട് നമ്മൾ ഒരു സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി. അപ്പോൾ നല്ലപോലെ മാവ് നമുക്ക് അരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് ഇതൊന്നും വരത്തില്ല, ബാലൻസ് കണ്ട ഇത്രയും വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത് നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അത്ര പെർഫെക്റ്റായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാനിത് ഇത്രയും അങ്ങ് അരിച്ച് മാറ്റിയെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് വെറും 3 ചേരുവ മതിയാവും ഈ റെസിപ്പി തയ്യാറാക്കി എടുക്കാൻ. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. വളരെ ഈസിയാണ്. അതുപോലെ മുട്ടക്കറിയോ ചിക്കനോ ബീഫോ ഏത് കറിയുടെ കൂടെ ഇത് കഴിക്കാൻ പറ്റും. ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇത് കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി എന്താണെന്ന് പറയുക, തേങ്ങാപ്പാൽ, നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ച് ഇച്ചിരി മധുരവും കൂടെ ഇട്ട് കഴിച്ചാൽ മതി. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ലൂസായിട്ടാണ് നമ്മൾ മാവ് കാണാമല്ലോ, നിങ്ങൾക്ക് ഈ തവിയുടെ പുറഭാഗം കണ്ടല്ലോ, ഇതുപോലെ വേണം നമുക്ക് മാവിരിക്കാൻ. അപ്പോൾ നല്ലതുപോലെ നമ്മളിത് കലക്കിയെടുക്കുക. അടിക്കുമ്പോഴും അതുപോലെ നല്ലപോലെ മാവ് അടിച്ചെടുക്കുക കേട്ടോ. ചൂടാവാതെ പാന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. ഒരു വീണ്ടും മാവ് ഒഴിക്കുക. അതുപോലെ തന്നെ മാവൊന്ന് പെട്ടെന്ന് നമ്മൾ തവയൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ മാവ് ഇതാവാത്ത സ്ഥലത്ത് നമുക്ക് വീണ്ടും മാവൊന്ന് ഒഴിച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ നല്ലൊരു ടേസ്റ്റ്, നല്ല പേപ്പർ പോലെ നൈസായിട്ടായിരിക്കുന്ന കേട്ടോ. നല്ല രസമാണ് കഴിക്കാൻ. അപ്പോൾ ഇനി നമുക്കിതാ ഈ മീഡിയത്തിൽ വെച്ച് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്കിതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. ഇത്രയും തന്നെയാണ് നല്ല ഒരു റെസിപ്പി. കണ്ട നല്ല എളുപ്പമല്ലേ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇനി ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത് കൂടെ ഒഴിച്ച് കാണിക്കാം. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് ഒഴിക്കുക. അതിനുശേഷം നമ്മുടെ തവ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. അപ്പോൾ മാവ് കൊള്ളാത്ത ഇടങ്ങളുണ്ടെങ്കിൽ അവിടെ ഇച്ചിരി മാവ് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അതിനുശേഷം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് നല്ലപോലെ വേവാനായിട്ട് അനുവദിക്കുക. അപ്പോൾ ഒരുപാട് തീ കൂട്ടി വെക്കാനേ പാടില്ല. അതിനുശേഷം ഈ സൈഡെല്ലാം ഇതുപോലെ വിട്ട് വരും. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ, സൈഡെല്ലാം നല്ലപോലെ വിട്ട് വന്നതിന് ശേഷം ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഈ തവ ഒന്ന് മറിച്ച് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ കണ്ടോ പാലാട അതിലേക്ക് വീഴും. നല്ല നൈസായിട്ടായിരിക്കും കേട്ടോ. അത് തണുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ മടക്കിയെടുക്കാം. അപ്പോൾ കൈ പൊള്ളത്തില്ല. ആദ്യമായിട്ട് ചെയ്യുന്നവർക്കെല്ലാം ഒരു ടെൻഷനായിരിക്കുമല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കിയെടുത്താൽ മതി. കണ്ടല്ലോ, ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട, എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കാം. അങ്ങനെ ഞാനിവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്ന മുട്ടക്കറിയാണ്. ഞാൻ ആ കറിയുടെ വീഡിയോ ഒന്നും ഇതിൽ കാണിക്കുന്നില്ല. അതുപോലെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. ലൈക്കും സ്നേഹത്തോടെ ഒരു ഹൈപ്പും തരാൻ മറന്നു പോകരുത് കേട്ടോ.
അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.